അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ സിലുവിൻ്റെ വീഡിയോ അല്ലേ, കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടുകാരിയാണ് സിലു. അതുമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാട്ടോ. നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ, പാലക്കാട് യൂട്യൂബിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാനന്ന് മോൻ്റെ ഹോസ്പിറ്റലിൽ ഇതിന് പോയപ്പോൾ അവിടുന്ന് ഞാൻ അവളെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കണ്ട് അങ്ങനെ ഹായ് എന്നൊക്കെ പറയുന്നതല്ലാണ്ട് പിന്നീട് നമ്മളെക്കുറിച്ച് ആരെങ്കിലും അവളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഓർമ്മ തെറ്റുള്ള ആളാണ് ആൾ. അപ്പോൾ അവളുടെ വാട്സപ്പിൽ ഒരു ഞരമ്പ് രോഗി അങ്ങനെ ആദ്യം ഒരു ഇതിട്ട് നോക്കി. അവൻ്റെ ഒരു ഷർട്ടില്ല, എങ്ങനെയാണ് ഞാൻ പറയാം, നിങ്ങളോട് പറയുന്നത് കൂടി എനിക്ക് മാനക്കേടാണ്. എന്താ ഞാൻ പറയാൻ കാരണം പറഞ്ഞാൽ, ഇന്ന് അവൾക്ക് വന്ന അവസ്ഥ നാളെ നമുക്ക് വന്നുകൂടാന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വരുന്ന നമ്പർ ശ്രദ്ധിക്കുക. ഒന്നിനും ആൻസർ കൊടുക്കാൻ പോകാണ്ടിരിക്കുക, അതാണ് നല്ലത്. ഒരു കണക്കിന് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ആക്കി ഇടുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാട്ടണം. അപ്പോൾ അവൾ ചെയ്തത് തന്നെ കേട്ടോ ശരി. കാരണം എന്താ പറഞ്ഞാൽ, അവളത് ബ്ലോക്ക് ആക്കിയൊന്നുമില്ല. മൊത്തം അവൻ്റെ അവൻ പറയണതും കാണിക്കണതും ചെയ്യണതും ഒക്കെ അവൾ വേറൊരു വീഡിയോയിൽ ഫോണിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുറം ലോകം അവനെക്കുറിച്ച് അറിയാനും സാധിച്ചു. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്ക് 8ൻ്റെ പണി തന്നെ കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നല്ലവരായ ആൾക്കാരും ഉണ്ടാവും അല്ലേ, നല്ലവരായ ആണുങ്ങളും ഉണ്ടാവും. അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ചങ്ങായി. എന്തായാലും അവൻ്റെ മുഖം അവൾ കാണിക്കാണ്ടിരുന്നതാണ് മോശമായിട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും അവൻ്റെ മുഖം കൂടി കാണിക്കണമായിരുന്നു. എന്നാലാണ് അവനിക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ. ഈ സുനാമി കാണിച്ചിട്ട് മറ്റുള്ളവരിനെ എന്തിനാണ് അങ്ങനെ അല്ലേ. ഈ ഒരു ആൾ കാരണം എത്ര ആൾക്ക് ചീത്തപ്പേര്, എത്ര നല്ലവരായ ആൾക്കാരാണ് മോശത്തരം. ഇനി സ്ത്രീകൾ മൊത്തം ആ കണ്ണുകളിൽ കൂടെ അല്ലേ എല്ലാവരും കാണുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാ ആണുങ്ങളും അതുപോലെ ആവണമെന്നൊന്നുമില്ല. എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാനും പറ്റില്ല, നല്ലവരും ഉണ്ട്. അപ്പോൾ ഈ ഒരുത്തം കാരണം എത്ര ആൾക്ക് ചീത്തപ്പേര് വന്നു അല്ലേ. എന്തായാലും അവനെ പുറലോകം കൊണ്ടുവരണം. അവൻ്റെ സുനാമിനെ അടിച്ച് പൊട്ടിക്കുക തന്നെ വേണം. ഞാൻ പച്ചയിൽ തന്നെ പറയുന്നത്, സുനാമി എന്ന് പേരിട്ട് ഞാൻ ആ സാധനത്തിന്. അവനിക്ക് അത്ര ചൊറിച്ചിലടങ്ങി അത് കട്ട് ചെയ്യട്ടെ. അല്ലാണ്ട് മറ്റുള്ള സ്ത്രീകളെ കാണിച്ച് നടക്കുന്നത്. അവൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അവൻ്റെ തൊഴിലായിരിക്കും ചിലപ്പോൾ ഇത്. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഇന്നിപ്പോൾ അവൾക്ക് വന്നത് നാളെ നമുക്ക് വന്നുകൂടാന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഇതേപോലെ ഒരു ഞരമ്പ് രോഗി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങനെ നാട്ടിൽ നടക്കണം തന്നെ. ഇപ്പോൾ ഒരാൾ മാത്രമല്ല, ഇതിലായിട്ട് എത്ര ആൾക്കാരുണ്ടാവും, സംഘങ്ങളായിട്ടുണ്ടാവും. ആദ്യം അവൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അവൻ്റെ തൊടുന്നത് മാത്രം അങ്ങനെ പറയാം. നിങ്ങളെ കൊണ്ട് പറയാൻ തന്നെ മാനക്കേടാണ് എനിക്ക്. അപ്പം നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. പിന്നെ അത് അവൾ ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അതിലില്ല, കുറച്ച് മാത്രമേ അവൾ കാണിക്കണുള്ളൂ. എന്തായാലും അവൾ മുഖം മറച്ച് വെച്ചത് തെറ്റായിട്ടോ. അവനെ ഈ സമൂഹത്തിൽ കൊണ്ടുവരണമായിരുന്നു. അവൻ നാറണം. കാരണം അവൻ്റെ മുഖം കാണിച്ചതാണെങ്കിൽ ഇപ്പോൾ അവനെ കണ്ടുപിടിക്കാനും ഒക്കെ തന്നെ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ അവളിഞ്ഞ് മുഖം കാണിക്കാണ്ടാണ് ബാക്കിയൊക്കെ കാണിച്ചത് കേട്ടോ. അത് തടവണതും അത് കാണുമ്പോൾ കലിപ്പ് ഇങ്ങനെ കയറി വരും ചില സമയത്ത്. ഓരോരുത്തർ ഇനിയിപ്പോൾ എല്ലാവരും ആ കണ്ണുകൊണ്ടല്ലേ ആണുങ്ങളെ കാണുക അല്ലേ. നല്ലവർക്കും കൂടി എന്താ പറയുക, ചീത്തപ്പേര് ഇങ്ങനെയുള്ള ഓരോ ഞരമ്പ് രോഗികൾ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലവരും കൂടി കെട്ടവരാകും, ചീത്തപ്പേരും ബാക്കി ലാഭം. ഇങ്ങനെയുള്ളവർക്ക് ഒരു സുനാമിയും വരില്ല, ഒന്നും വരില്ല. ഇടിപൊട്ടലും ഉരുൾപൊട്ടലും ഒന്നും വരില്ല. അല്ലാത്ത പന പോലെ വളർന്ന് വരിക എന്നല്ലാണ്ട് ഒരു ലാഭമില്ല. എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക. വാട്സപ്പും ഫേസ്ബുക്കൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, മറ്റുള്ളവൻ്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പോലീസുകാർ നോക്കിക്കോളും. അവൻ്റെ സുനാമിനെ ഒന്നിലേക്ക് പൊട്ടിച്ച് വിടുക, ഇല്ലെങ്കിൽ നമ്മൾ നാടൻ സ്ത്രീകൾ ഒന്നിച്ച് വന്നിട്ട് അവനെ
ചൂടുള്ള ഈ ഉരുക്കി അങ്ങോട്ട് ഒഴിച്ച് വിടുക. പിന്നെ അതോടെ കൃമികടി ഞരമ്പ് രോഗം അവസാനിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ആൾക്കാരിനൊക്കെ അങ്ങനെ ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള വാട്സപ്പിൽ വരുന്നത് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ അവൾക്ക് കണ്ണ് വയ്യാണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കോപ്രായം. അപ്പോൾ എന്തായാലും അവൾക്ക് വന്ന അവസ്ഥ നാളെ നമുക്ക് ഓരോ സ്ത്രീകൾക്കും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വന്നിട്ടുണ്ടാകും. പിന്നെ അതിനായിട്ട് നടക്കുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ നമ്മൾ മാന്യമായിട്ടിരിക്കണവനൊന്നും പെടുത്താൻ പറ്റില്ല. അങ്ങനെ നടക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഇല്ല എന്നല്ല. നമ്മൾ ആണുങ്ങളെ മാത്രം ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. അതിനായിട്ട് ആടുന്ന സ്ത്രീകളുണ്ട്. അവർക്കെതിരായിട്ടുള്ള ഒരു ഇത് വരണം. അതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. വാട്സപ്പിലൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. അവർക്ക് അതിനുള്ളത് തക്ക ശിക്ഷ കിട്ടണം. എന്തായാലും അവനിക്ക് 8ൻ്റെ പണി അവിടെ റെഡി ആയിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.